തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM BJP ഡീലുണ്ടെന്ന ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കോൺഗ്രസ്. മിക്ക വാർഡുകളിലും ഒത്തുകളിയുടെ പ്രവണതയുണ്ടെന്ന് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ പറഞ്ഞു. ഇതിന്റെ തെളിവാണ് വെളിപ്പെടുത്തൽ. കോർപ്പറേഷനിൽ BJPക്ക് വോട്ട് മറിക്കാനാണ് CPM ധാരണയെന്നായിരുന്നു ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകന്റെ ആരോപണം. പ്രതികരണം നമുക്ക് ആദ്യം കേൾക്കാം. ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഇവിടുത്തെ BJPക്ക് അനുകൂലമായി വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയവും, അതേപോലെ ഇപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള MLAക്ക് അടുത്ത പ്രാവശ്യം ഇവിടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് കടകംപള്ളി സുരേന്ദ്രന് MLA, നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല, ഇപ്പം നിലവിൽ കഴക്കൂട്ടത്തിൻ്റെ MLA ആയിട്ടുള്ള ആ സഖാവിൻ്റെ അപ്രമാദിത്വമാണ്, അല്ല ആ സഖാവിൻ്റെ ഏകാധിപത്യമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത്. പാങ്ങോട്ടെ CPI സ്ഥാനാർത്ഥി RSSകാരനാണെന്നാണ് ശബരിനാഥ് പ്രതികരിച്ചത്. ചെമ്പഴന്തിയുള്ള ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു ലേഡിയാണ് പറയുന്നത്. കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മുൻ മന്ത്രി തന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരല്ല, പറയുന്നത് LC അംഗമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ പല പ്രവണതകളും പലയിടത്തും കാണുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് പാങ്ങോട് വാർഡ് കാണുന്നത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടത്തുള്ള പാങ്ങോട് വാർഡിൽ CPM-നുണ്ടായിരുന്ന സീറ്റാണ്, CPM-നുണ്ടായിരുന്ന സീറ്റ് CPIക്ക് കൊടുത്തു. എന്നിട്ട് CPI സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഒരു സ്വയംസേവകനാണ്. RSSൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ മിലിറ്ററി യൂണിഫോമൊക്കെ ഇട്ടുപോകുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരാളാണ് CPIയുടെ സ്ഥാനാർത്ഥി. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, ആനി അശോകന്റെ ആരോപണം തന്നെ ഗുരുതരമായിരുന്നു. ഇപ്പോഴത്തെ ശബരിനാഥ് അതിലും വലിയ ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. വിനിത, ആനി അശോകന്റെ ആരോപണത്തെ ചുവടി പിടിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെങ്കിലും BJPയും CPM-ഉം തമ്മിലുള്ള ധാരണയുണ്ട് എന്ന തരത്തിലേക്ക് പ്രചരണം UDF നടത്തുന്നുണ്ട്. അതാണ് UDFിൻ്റെ മേയർ കാൻഡിഡേറ്റായി നിർത്തിയിരിക്കുന്ന KS ശബരിനാഥൻ്റെ പ്രതികരണവും അതുമായി കണക്ട് ചെയ്തിട്ടാണ്. അതാണ് പാങ്ങോട് വാർഡിൽ CPI ഒരു സംഘപരിവാർ പ്രവർത്തകനെ LDF സ്ഥാനാർത്ഥിയായി നിർത്തിയത് എന്ന് പറയുന്നത്. ആനി അശോകന്റെ ആരോപണം CPM-നെ സംബന്ധിച്ച് ഇപ്പോഴും ലോക്കൽ കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരാൾ, CITയുടെ ഏരിയ കമ്മിറ്റിയായ ഒരാൾ, കർഷക തൊഴിലാളി യൂണിയന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാൾ, 5 വർഷം CPM-നെ പ്രതിനിധീകരിച്ച് കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ, ആ തരത്തിലൊരാൾ ഈ തരത്തിൽ ആരോപണം ഉന്നയിച്ചത് CPIM-നെയും ഞെട്ടിച്ചിട്ടുണ്ട്. നേതാക്കൾ ഇവർ ചില പ്രശ്നങ്ങൾ പാർട്ടിയോട് പറഞ്ഞത് ഞങ്ങൾക്കറിയാം, പക്ഷേ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളല്ല, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നാണ് ലോക്കൽ സെക്രട്ടറി അടക്കം പ്രതികരിച്ചത്. മറ്റു മുതിർന്ന നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ചെമ്പഴന്തി വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഈ BJP CPM ഡീലിൽ പ്രതിഷേധിച്ച് മത്സരിക്കാനും ഈ ആനി അശോകൻ തീരുമാനിച്ചിട്ടുണ്ട്. വിനിത, ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.